ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഐഡന്റിഫൈ ദ പീരീഡ് ടു വിച്ച് ടൂൾസ് ഇൻ ദ ഗിവൺ പിക്ചർ ആർ റിലേറ്റഡ് ആണ്. ഇപ്പൊ ഏത് പീരീഡ് ആണെന്നുള്ളതാണ്. നമുക്ക് ആൻസർ നോക്കാം. ഒന്നാമത്തേന്റെ നിയോളജിക് ഏജ് ആണ് കേട്ടോ, മാർക്ക് ചെയ്ത് പോവാം. അപ്പോ നിയോളജിക് ഏജ് ഫസ്റ്റിന്റെ ആൻസർ 1 D. രണ്ടാമത്തതിന്റെ ആൻസർ എ ആണ്, ഗൗതമ ബുദ്ധ. മൂന്നാമത്തതിന്റെ ആൻസർ മാച്ച് ദി ഫോളോയിങ് ആണ്. അപ്പൊ നമുക്ക് 3ന്റെ ആൻസർ നോക്കാം. ബനിഹാൽ പാസ് ജമ്മു കാശ്മീർ ആണ്. കണ്ടല്ലോ, മാർക്ക് കറക്റ്റ് ആയിട്ടുള്ളത് പറയാം കേട്ടോ. ആൻസർ സി ആണ് വരിക. മൂന്നാമത്തതിന്റെ ആൻസർ സി ആണ്, ബനിഹാൽ ജമ്മു കാശ്മീർ. ബോന്ദില അരുണാചൽ പ്രദേശ്, ലാസ ബാരാലഷ്ല ഹിമാചൽ പ്രദേശ് ലഡ, റോത്താങ് കുളു ലാഹുൽ സ്പിതി. നാലാമത്തതിന്റെ ആൻസർ യൂണിയൻ ലിസ്റ്റ് ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അഞ്ചാമത്തതിന്റെ ആൻസർ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യാനാണ്. 5ന്റെ ആൻസർ ഓപ്ഷൻ എ, ഓൺലി 1 ഈസ് കറക്റ്റ്. ആറാമത്തതിന്റെ ആൻസർ കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ട് പാലിയോളിതിക് ഏജുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ചോദിക്കുന്നത്. അപ്പൊ അതിൽ 1, 3, 4 കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. ലിവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസ്, ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്, ബാൻസ് ഫോർ ദ മ്യൂസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. 1, 3, 4 ഓപ്ഷൻ സി കറക്റ്റ് ആണ് കേട്ടോ. ആറാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി 7 നമുക്ക് അസേർഷനും റീസണും തന്നിട്ടുണ്ട്, എന്നിട്ട് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 7ഉം 8ഉം ഓപ്ഷൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം ആൻസർ. 7ന്റെ ആൻസർ എ ആണ് വരിക. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇതാണ് വരിക. ഇനി 8ാമത്തതിന്റെ ആൻസർ വരുന്നത് ബി ആണ്. ബോത്ത് 1 and 2 ആർ കറക്റ്റ്. അപ്പോ 7A 8B. അടുത്തത് നെക്സ്റ്റ് വരുന്നത് 9 ആണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ചാർട്ട് ആണ്. പ്രിമിറ്റീവ് ഹ്യൂമൻസിനെ കുറിച്ചിട്ടുള്ള അതിൽ യൂട്ടിലൈസേഷൻ ഉണ്ട്. നമുക്കിവിടെ എ ബി 2 ബോക്സ് ഫിൽ ചെയ്യാനുണ്ട്. ഓർ ക്വസ്റ്റ്യൻ ആയിട്ടൊരു ബി ബോക്സ് ഉണ്ട്. നമ്മളിതിൽ രണ്ടും ചെയ്യും. ആദ്യം 9A നോക്കാം. 9A ആദ്യത്തെ ഇതില് യൂട്ടിലൈസേഷൻ, രണ്ടാമത്തെ ബോക്സിൽ ഫാഷനിങ് ഫിൽ ചെയ്യുക കേട്ടോ. അതായത് ഇവിടെ ഫാഷനിങ് അല്ല, സ്റ്റാൻഡർഡൈസേഷൻ ആണ്. ഫാഷനിങ് സ്റ്റാൻഡർഡൈസേഷൻ. ഓക്കെ, അപ്പൊ യൂട്ടിലൈസേഷൻ ഫാഷനിങ് സ്റ്റാൻഡർഡൈസേഷൻ ആണ് മേലെ വരിക. ഇത് ഇവിടെ ഇനി ഇതിന്റെ ഇത് മാത്രം നമ്മൾ ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റാൻഡർഡൈസേഷൻ ആൻസർ മാത്രം മതി നമുക്ക്. അതായത് സ്റ്റാൻഡർഡൈസേഷൻ മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസ്, ഇത് മാത്രമേ എഴുതി കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇത് മാത്രമേ എഴുതാനുള്ളൂ. ഒന്ന് ഫാഷനിങ്ങും ഒന്ന് ഈ ഒരു സംഭവം മാത്രമാണ് നിങ്ങൾക്ക് അവിടെ ഫിൽ ചെയ്യേണ്ടത്. അത് മാത്രം എഴുതുക. ഇനി 9Bയുടെ ആൻസർ നോക്കാം. ഇതും 9B തന്നെയാണ്. ഇതും 9B തന്നെയാണ്. മീസോളിതിക് സെന്റേഴ്സും കൺട്രിയുമാണ്. സറായ് നെഹർ റായ് എന്നുള്ളത് ഇന്ത്യ, പിന്നെ സ്റ്റാർ കാർ ഇംഗ്ലണ്ട്, ഫാഹിയൻ ഗെ ശ്രീലങ്ക. നമുക്ക് എയും ബിയും ഫിൽ ചെയ്താൽ മതി. ഈ സ്റ്റാർ കാറും അതുപോലെ തന്നെ ശ്രീലങ്കയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളതുള്ളൂ. കണ്ടല്ലോ, 2 ബോക്സ് ഫിൽ ചെയ്യുക. അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ 9Aയും 9Bയും കഴിഞ്ഞു. ഇനി നമുക്ക് 10 ബുഗ്യാൽസ് എന്താണെന്നാണ് ആൻസർ. 10ന്റെ ദ ആൽപൈൻ സമ്മർ മെഡോസ് അലോങ് ദ ഹയർ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടെയിൻ സ്ലോപ്സ് ഓഫ് ദിസ് റീജിയൻ ആർ കോൾഡ് ബുഗ്യാൽസ്. ബുഗ്യാൽസ് വെൻ ഗെറ്റ് ബറീഡ് അണ്ടർ സ്നോ ഡ്യൂറിംഗ് വിന്റർ ഈസ് മെയ്ഡ് യൂസ് ഫോർ വിന്റർ ടൂറിസം ഇൻ മെനി ഏരിയാസ്. ഡയാറ ബുഗ്യാൽ, ഗോർസൺ ബുഗ്യാൽ എക്സാമ്പിൾ ആണ്. 11ന്റെ ആൻസർ ലേബർ വേജസ് ആണ്. ലാൻഡ്, അതുപോലെ റെന്റ്, ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് കേട്ടോ. അടുത്തത് 12. 12ല് നമുക്ക് എ എന്ന് മാർക്ക് ചെയ്തതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. 12ന്റെ ആൻസർ അല്ലൂവിയൽ ആണ്. അല്ലൂവിയൽ ഫാൻ ആണ്. ഹൗ അല്ലൂവിയൽ ഫാൻസ് ആർ ഫോംഡും കൂടി എഴുതുക. when rivers enter a plain from mountainous regions, their velocity decreases abruptly. The sediments carried by the rivers get deposited in the form of fans. Such deposition landforms features are referred to as alluvial fans. Okay. Next mention the 2 sects of Jainism ആണ്. 13. 2 sects, 2 sect of Jainism ഏതാ? ശ്വേതംപരാസ് ആൻഡ് ദിഗംബരാസ്. 12ഉം 13ഉം ചെയ്തു നമ്മള്. ഇനി 14ൽ എ ആൻഡ് ബി ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. ഞാനിവിടെ 2ന്റെ ആൻസറും നിങ്ങൾക്ക് തരാം. 14A അല്ലുവിയൽ പ്ലെയിൻസ് ആണ്. അപ്പൊ 14Aയുടെ ആൻസർ നോക്കാം.
To the south of the Tarai, the belt consisting of older and newer alluvial deposits form the alluvial plain. The older alluvium deposits are called Bangar and the newer ones referred to as Gadar. The major characteristics features of this region include depositional landforms such as riverine islands, sandbars and deltas. Braided streams, meanders and oxbow lakes are also prominent features of this area. 14B നോക്കാം. 14B give an account of the characteristics of tropical deciduous forest in North Indian plain എന്നാണ്. Tropical deciduous forests are further divided into two. They are dry deciduous forest and moist deciduous forest. Dry deciduous moist ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഡ്രൈഡ് പ്രത്യേകത, dry deciduous forests are found in those regions where the annual rainfall ranges between 70 cm and 100. Moist ആണെങ്കിലോ, moist നോക്കൂ, അത് moderate rainfall മതി, ranging from 100 to 200 cm per annum ആണ്. Dry deciduous ആണെങ്കിൽ trees shed their leaves for approximately 6 to 8 weeks in the dry season when sufficient moisture is not available. The dry deciduous forests are found in the plains of Uttar Pradesh and Bihar. Then moist deciduous ആണെങ്കിൽ they are mainly seen along the strip of Shivalik range including Tarai and Babar and in certain parts of Odisha and West Bengal. പിന്നെ teak, sal, shisha, mahua, amla and sandalwood are the main species of the tropical deciduous forest. ഇനി നമ്മൾ നോക്കിയത് 14Aയും Bയും ആണ്. ഇനി 15 നമുക്ക് ഏർലി വേദിക് പീരീഡിന് ഹിൻസ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. 15ാമത്തതിന്റെ ആൻസർ ആണ്. 15ന്റെ ആൻസർ സെറ്റിൽമെന്റ് സപ്തസിന്ധു റീജിയൻ, സെമി നൊമാഡ്സ് ആയിരുന്നു. പൊസിഷൻ ഓഫ് വിമൺ കമ്പാരറ്റീവ്ലി ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് ഫോർ വിമൺ. അഗ്രികൾച്ചർ വേദിക് പീരീഡിൽ പാസ്റ്ററൽ എക്കണോമി ആണ്. ദ ഫോറസ്റ്റ് വാസ് ക്ലിയർഡ് ആൻഡ് ബേൺ ഫോർ കൾട്ടിവേഷൻ. 15 കഴിഞ്ഞാൽ 16 circumstances that made the ideas of Buddha attracted to the people. Buddha's teachings and principles were simple and practical. He rejected the Vedas and the caste system. His concept of ahimsa was suitable to the new conditions in the Ganga basin. Buddha's stance against sacrifices attracted those who were engaged in agricultural activities. Buddha spread his ideas in Pali, the language of the common people. 17ാമത്തത് education leads to the progress of the country. അത് explain ചെയ്യണം. Through education, people can use modern technology effectively, acquire better jobs, earn more income and thereby become an asset for the growth of the economy. Education ഇതുള്ള ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് എഴുതുക. എഡ്യൂക്കേഷൻ്റെ അടിയിൽ increase in ability, technological knowledge, skill development, better job, better income, better quality of life, national development. ഇത് ഡാഷ് അല്ല കേട്ടോ. അടിയിലേക്ക് ആരോട്ട് നിങ്ങൾക്ക് എഴുതി പോവാം. നമുക്ക് എഡ്യൂക്കേഷൻ ലഭിച്ച എബിലിറ്റി കൂടും. ഇങ്ങനെ വരുന്നതാണ്. ആരോട്ടിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ 16 കഴിഞ്ഞു, 17 കഴിഞ്ഞു. 18 soil types in the Himalayan mountain ആണ്. അപ്പോൾ നോക്കാം. Mountain soils and forest soil are commonly seen in the Himalayan terrain. The soil texture and particle size varied according to mountain environment. Fine grained soil with high humus contents are seen in the valleys, whereas in the high slopes coarse grained soil with low humus content can be seen. Alluvial deposition is mainly seen in the valleys. Karayavas is the glacial sediment deposited in the Kashmir Valley. This humus-rich fine soil is ideal for saffron cultivation. 18 കഴിഞ്ഞാൽ 19 climate of the Himalayan mountain zone ആണ്. According to the elevation and the topography of the respective parts of the region, elucidate the statement ആണ്. 19 mild climate prevails along the lower mountain slopes and the Shivalik foothills, but at higher elevation it will be considerably low temperature and winter climate conditions at extremely high altitudes and in the Ladakh region. Poor like extreme winter climate is experienced. Southwest monsoon rains are received along the southern slope of the Shivalik ranges and the northeastern India. Snowfall is common in the higher regions of the mountains. The monsoon winds blowing from the Bay of Bengal get trapped in between Assam Himalayas and Purvachal hills. As a result, most of its moisture reaches back to earth as rain. Hence, the northeastern India, especially the Meghalaya plateau, receives heavy rainfall. 19 then 20 Teachers of Lok Sabha ആണ്.
ലോവർ ഹൗസ് ഓഫ് ഇന്ത്യൻ പാർലമെന്റ്. അതിന്റെ ഫീച്ചേഴ്സ് ആണ് 20ാമത്തെ ക്വസ്റ്റ്യൻ. ലോക്സഭ ഇസ് ദ ലോവർ ഹൗസ് ഓഫ് ദി പാർലമെന്റ്. മെമ്പേഴ്സ് ഓഫ് ദ ലോക്സഭ ആർ ഇലക്ടഡ് ഡയറക്ട്ലി ബൈ ദ പീപ്പിൾ ഓൺ മെജോറിറ്റി സിസ്റ്റം. Indian citizens who have completed 25 years of age are eligible to contest in Lok Sabha election. The term of Lok Sabha is 5 years. Maximum strength is 550, but present എത്രയുള്ളൂ 543. The formation and existence of government is possible on the basis of majority in the Lok Sabha. When a party or coalition fails to form a government, or the ruling party or its coalition loses its majority, the country goes to a general election. The Lok Sabha is chaired by the Speaker. It has more powers than the Rajya Sabha on financial matters. Money bills and no confidence motion are presented in the Lok Sabha. ഇത്രയും പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾ മാർക്കിനനുസരിച്ചിട്ട് എഴുതിയാൽ മതി. 5 പോയിന്റ് ഒക്കെ എഴുതിയാലും മതിയാവും കേട്ടോ. 21ാമത്തെ ക്വസ്റ്റ്യൻ, മൗര്യൻ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ടു ദ പ്രസന്റ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ മൗര്യൻ സിസ്റ്റം എന്തൊക്കെയാണ്? കൺട്രി വാസ് ഡിവൈഡഡ് ഇൻടു പ്രൊവിൻസസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. പ്രസന്റ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ഇന്ത്യ is divided into various states for administrative convenience. അപ്പുറത്ത് മൗര്യയിലെ കിങ്ഡം വാസ് അണ്ടർ ദ ഡയറക്ട് കൺട്രോൾ ഓഫ് ദ എംപറർ. ഇന്ത്യയിലെ ഡെമോക്രാറ്റിക് സിസ്റ്റം എക്സിസ്റ്റ്. മൗര്യനിലെ the army had 5 division: infantry, cavalry, chariots, elephants and the navy. Present Indian system: land, navy, air force and army units in India. Mauryan system tax is prevalent ആണ്. ആരുണ്ട് കേട്ടോ ഇവിടെ? ടാക്സ് ഇവിടെ ഉണ്ട് ഇന്ത്യൻ സിസ്റ്റത്തിൽ. അപ്പൊ ഇതാണ് ഇതിന്റെ ഡിഫറൻസ് വരിക. 21 കഴിഞ്ഞാൽ 22 നമുക്ക് 22 ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 22A 22B. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയായിരിക്കും. ഞാനിവിടെ രണ്ടും പറയുന്നുണ്ട്. ആദ്യത്തെ 22A നോക്കാം. 22A ആൻസർ: population growth and increase in the number of human settlements, complex social organization, shortage of food products, change in technology. 22B, the Harappan civilization in India belongs to the Bronze Age. Cities like Harappa, Mohenjo-daro, Lothal, etc. The well-planned public buildings, great bath houses, streets, drainage system, granaries and the presence of various types of crafts and trade are clear evidences of urbanization. That is why the Harappan civilization is known as the first urbanization in Indian history. 22Aയും Bയും കഴിഞ്ഞു. ഇനി 23A. 23Aയില് നമുക്ക് അവിടെ ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടല്ലോ, അത് നമ്മൾ എന്താണ് എഴുതണം. എന്നിട്ട് ആ ഡിവിഷന്റെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ എഴുതണം. ഓക്കെ, 23A നോക്കാം ആദ്യം. 23Aയില് നമ്മൾ അവിടെ മാർക്ക് ചെയ്യേണ്ടത് ഇൻഡോ ഗാൻജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണിത്. സെഡിമെന്റ്സ് ട്രാൻസ്പോർട്ടഡ് ബൈ റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ബോത്ത് ദ ഹിമാലയാസ് ആൻഡ് പെനിൻസുലർ ഇന്ത്യ were deposited in this expansive depression which led to the formation of the plain. The continuous depositional processes over millions of years have contributed to the evolution of this fertile plain. The average depth of alluvial deposits in this plain ranges from 1000 to 2000 meters. The Indo-Gangetic Brahmaputra plain, extending approximately over 3200 km from the mouth of river Indus to the mouth of river Ganga, is one of the largest alluvial plain in the world. It spreads over around 2400 km in India. The plain widens from east to west with the width varying between 150 km and 300 km. Features such as fertile soil, adequate water supply, favorable climate and flat topography make this region suitable for agriculture. ഇനി 23Bയില് നമുക്ക് ABC എന്ന് 3 എണ്ണം ഉണ്ട്. ഗംഗാ പ്ലെയിൻ എങ്ങനെ ഫോം ചെയ്യണമെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ABC എന്താണെന്നും പറയണം. അപ്പോൾ അപ്പർ ഗംഗാ പ്ലെയിൻ, മിഡിൽ ഗംഗാ പ്ലെയിൻ, ലോവർ ഗംഗാ പ്ലെയിൻ ആണ് ABCയിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പർ ഗംഗ, മിഡിൽ ഗംഗ, ലോവർ ഗംഗ. അപ്പോൾ എങ്ങനെയാണ് ഗംഗാ പ്ലെയിൻ ഫോം ചെയ്തതെന്ന് എഴുതണം. സിറ്റുവേറ്റഡ് ടു ദി ഈസ്റ്റ് ഓഫ് ദ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, സ്ട്രെച്ചസ് ഫ്രം ബംഗ്ലാദേശ് ഇൻ ദി ഈസ്റ്റ് ടു ദി യമുന റിവർ ഇൻ ദ വെസ്റ്റ്. Its expansive plain was formed through the deposition processes by river Ganga and its tributaries. ഇനി 24ല് A or B ഉണ്ട്. എയും ബിയും ഉണ്ട്. നമ്മൾ രണ്ടും ചെയ്യുന്നുണ്ട്. ആദ്യം 24A നോക്കാം. 24Aയുടെ ആൻസർ: as the average annual rainfall received is above 200 cm, more tropical evergreen vegetation is found in the eastern Himalayas and northeastern hills. Temperature decreases with altitude and the corresponding change is also visible in the natural vegetation of the Himalayan mountain region. Depending on the changes in the altitude, a spectrum of natural vegetation from evergreen forest to the vegetation type of the cold climates such as tundra can be found here. Semi-evergreen and deciduous forests are seen in the valleys and the lower mountain slopes. Moist deciduous forests are seen at altitudes ranging from 1000 to 2000 meters.
Coniferous trees varieties such as pine and deodar grow more along the mountain slopes. Shrubs such as junipers and rhododendrons grow at higher altitudes, whereas in the highest altitude alpine meadows are seen. Okay. 24A കഴിഞ്ഞാൽ 24Bയിൽ നമുക്ക് പിൽഗ്രിമേജ്, ടൂറിസ്റ്റ്, അഡ്വഞ്ചറും എഴുതണം. പിൽഗ്രിമേജ് നോക്കാം. ട്രാവൽ അസോസിയേറ്റഡ് വിത്ത് പിൽഗ്രിമേജ് were what initiated the development of tourism in these regions. There are several pilgrim centers in these regions such as Kailas, Manasarovar, Amarnath and Hemkund Sahib. These places have been attracting travelers for centuries. അടുത്തത് ടൂറിസ്റ്റ് സെന്റേഴ്സ് നോക്കാം. ടൂറിസം ഡെവലപ്മെന്റ് ഇൻ ദി ഹിമാലയൻ മൗണ്ടൻ റീജിയൻ began in the 19th century when the British identified the area's favorable climate. The resort towns such as Shimla, Darjeeling, Shillong, Almora, Ranikhet, Mussoorie and Nainital are important tourist centers. Adventure tourism. The adventure tourism sector promoting mountaineering, paragliding, skiing has developed significantly in the region. Next. 25 ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം ആണ്. 25 നോക്കാം. A common constitution for the center and the states, sovereignty of the constitution, single citizenship. The center has an upper hand in the powers to amend the constitution, bicameral legislature, division of powers between the center and states. In the division of powers, more subjects and key powers are with the center, an independent and impartial judiciary, quasi-federal system. 26 ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, മൈഗ്രേഷൻ, ജോബ് ട്രെയിനിങ്, ആക്സസ് ടു ഇൻഫർമേഷൻ. 27 ആൻസർ ആണ് പാർലമെന്ററി. എല്ലാത്തിൻ്റെയും എഴുതണം. പാർലമെന്ററി ഡെമോക്രസി, rigid and flexible structure, fundamental rights and fundamental duties, directive principle of state policies, bicameral legislature, federal with a strong central government, an independent and impartial judiciary, independent constitutional institution. അപ്പോൾ ഇതിന്റെ എല്ലാ പോയിന്റ്സും നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ആദ്യത്തെ പാർലമെന്ററി ഡെമോക്രസി പറഞ്ഞാൽ മെമ്പേഴ്സ് ഓഫ് ദ എക്സിക്യൂട്ടീവ് ആർ ഡ്രോൺ ഫ്രം ദ ലെജിസ്ലേച്ചർ ആൻഡ് ദ ലെജിസ്ലേച്ചർ കൺട്രോൾസ് ദ എക്സിക്യൂട്ടീവ്. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ പറഞ്ഞാൽ ടു അമെൻഡ് സർട്ടൻ പ്രൊവിഷൻസ് സ്പെഷ്യൽ പ്രൊസീജിയർ ഷോൾ ബി ഫോളോഡ് ബട്ട് സം അതേഴ്സ് ക്യാൻ ബി അമെൻഡഡ് ഇൻ ദ ഓർഡിനറി ലെജിസ്ലേറ്റീവ് മാനർ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണെങ്കിൽ fundamental rights guaranteed by the state to every individual, responsibilities of citizens toward the state and the society. Directive principles ആണെങ്കിൽ the direction given to the state for the socio-economic development of the nation. Bicameral, lower house ഉണ്ട്, ലോക്സഭ, upper house രാജ്യസഭ ഉണ്ട്. Lower house represents the whole people, upper house Rajya represents the states for a second thought in legislation. Federalism with a strong central government ആണ്. Division of powers between the center and the states. However, the constitution enshrines some special powers that give the center an upper hand. അടുത്തത് an independent and impartial judiciary ആണ്. Judiciary system free from the control of legislature and the executive. Independent constitutional institution ആണ്. Independent constitutional institution to make the democratic system broad and meaningful. 28 democratic system existed in Athens is similar to modern democracy ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ the system of government that prevailed in Athens 2500 years ago resembled modern democracy. All males over the age of 30 except slaves were considered as citizens. These citizens formed a committee and met 4 times a year to take decisions on important matters. Women, artisans and the foreigners who worked as traders were not considered as citizens. ഇനി 29 എയും ബിയും ഉണ്ട്. 29 ഓർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഞാൻ ഇവിടെ രണ്ടും തരാം. 29 എയുടെ ആൻസർ പ്രിൻസിപ്പിൾസ് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം ആണ്. ആദ്യം ജൈനിസം നോക്കാം. അപ്പം ജൈനിസത്തിൻ്റെത് ഇൻ ദിസ് വേൾഡ് എവറിഥിങ് ഹാസ് ലൈഫ്, ഡു നോട്ട് ഹാം എനി ലിവിംഗ് ബീയിങ്. പിന്നെ denying the authenticity of the Vedas, Mahavira proposed 3 principles for attaining moksha. They were Triratnas: right belief, right knowledge, right action. According to Jainism, monks and nuns were supposed to observe 5 vows. They are don't kill anything, don't steal, don't lie, don't own property and practice celibacy. ജൈനിസം കഴിഞ്ഞ ബുദ്ധിസം. ബുദ്ധന്റെ പ്രിൻസിപ്പിൾ അറിയാലോ. ലൈഫ് ഇസ് ഫുൾ ഓഫ് സോറോസ്, ഡിസൈർ ഇസ് ദ കോസ് ഓഫ് സോറോ, ഡിസൈർ ഇസ് ഡിസ്ട്രോയ്ഡ്, സോറോ വിൽ ഡിസപ്പിയർ. ടു അച്ചീവ് ദിസ് ദ 8-fold path, അഷ്ടാംഗ മാർഗ ഷുഡ് ബി ഫോളോവഡ്. ഓക്കെ, ഇനി നമുക്കുള്ളത് അതിന്റെ ഓർ ക്വസ്റ്റ്യൻ ആണ്. നിയോളജിക് ഏജിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. Tools helped humans to cultivate the land. They helped them in tilling the soil and cutting down trees. Agriculture and domestication of animals ensure the steady availability of food products. Permanent settlements and agrarian village
villages came into existence. The storage of grains became possible with the introduction of pottery and the use of bricks made of clay. When the surplus production in agriculture became possible, a section of society became free from agrarian activities. They began to engage in other occupations such as pottery making, weaving, etc. Pottery making, weaving, etc. Thus, the society came into different occupational groups. ഇനി 30 നമുക്ക് ഒന്നും രണ്ടുണ്ട്. നെയിം ദ ഹിമാലയൻ റീജിയൻ ഇൻ ബിറ്റ്വീൻ റിവർ ഇൻഡസ് ആൻഡ് റിവർ കാളി. അതിൽ നമുക്ക് വെസ്റ്റേൺ ഹിമാലയ വരും. അതുപോലെ തന്നെ ഏഴ് 2 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇത്. അതിൽ നമുക്ക് രണ്ടാമത്തതിൽ ഏതെങ്കിലും 2 ഡിവിഷനെ കുറിച്ച് എഴുതാൻ പറ്റുന്നുണ്ട്. കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ. ഏതെങ്കിലും 2 എണ്ണത്തിനെ കുറിച്ച് എഴുതിയാൽ മതി. ഞാൻ ഈ 3 എണ്ണത്തിനെ കുറിച്ച് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ 2 എണ്ണം മാത്രം എഴുതുക ആവശ്യമനുസരിച്ചിട്ട്. Kashmir Himalaya, the Kashmir Himalaya which extends over nearly 3.5 lakh square kilometer in Jammu and Kashmir and Ladakh region is roughly 700 km long with 500 km wide. The important mountain ranges of Kashmir Himalaya containing snow-covered peaks, valley and hill ranges are Karakoram, Saskar, Ladakh and Pir Panjal. Mount K2 Godwin Austen 8,611 meters, the second highest peak in the world, is situated in the Karakoram range. Siachen, Boltoro, etc. are important glaciers of this region. These glaciers help the river Indus and its tributaries such as Ravi, Jhelum and Chenab have a luxuriant water flow throughout the year. Pinna, the freight and passenger movement on either side of the mountains is made possible through mountain passes. Passes are the comparatively easier natural passages in the mountainous terrains. Banihal Pass across the Pir Panjal range that connects Jammu and the Kashmir Valley is an example. There are numerous freshwater lakes in the Kashmir Himalaya and Dal Lake is important among them. The shikara boats and floating markets are the hallmarks of Kashmir tourism. Marks are meadows along the mountain slopes during the summer season. As these marks get covered under snow during winter, the region attracts tourists for winter games such as skiing. Sonmarg and Gulmarg are examples. അപ്പോൾ കുറച്ച് വലുതാണ്. നിങ്ങളിതിൽ കുറച്ച് പോയിന്റ്സ് മാത്രമേ എഴുതിയാൽ മതി കേട്ടോ. ഞാനത് മൊത്തം തന്നു മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഹിമാചൽ ഹിമാലയയുടെ കേസും. Himachal Himalaya is a state of Himachal Pradesh. Chenab, Ravi and Beas are the important rivers in the mountainous region. Dauladhar and Pir Panjal are the mountain ranges in this region. Several freshwater lakes like Chandradal, Surajdal are found in these mountain ranges. Baralashla Pass that connects Himachal Pradesh with Ladakh and Rohtang Pass that connects Kulu with Lahul and Spiti valleys are the important passes in Himachal Himalaya. Beautiful valleys such as Kulu, Kangra and Lahul and tourist centers such as Shimla, Manali attract numerous tourists. In these places where snowfall and mild winters are experienced, hot springs can also be seen at a fewer places. Uttarakhand Himalaya ആണെങ്കിൽ Uttarakhand Himalaya is a part of the Himalayas which extends from river Satluj to river Kali. Its western side is known as Gadwal Himalaya and the eastern side is known as Kumaon Himalayas. Several high peaks such as Nanda Devi, Kamet, Badrinath, Kedarnath situated in the Uttarakhand Himalaya. The Gangotri, Yamunotri glaciers from which river Ganga and Yamuna originate and freshwater lakes such as Nainital and Bhimtal are also situated in this region. The Gangotri and Yamunotri glaciers from where the rivers Ganga and Yamuna originate and freshwater lakes such as Nainital and Bhimtal are also situated in this region. The flat valleys seen in between the lesser Himalayas and Shivalik hill ranges are dunes. Dehradun in Uttarakhand state is famous among these. The alpine summer meadows along the higher altitude mountain slopes of this region are called bugyals. The bugyals when get buried under snow during winter is made use for winter tourism in many areas. The bugyal, Dayara bugyal and Gorsan bugyals are examples ആണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ബി ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അതിൽ നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡിനെ കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത്രയേ ഉള്ളൂ, അത് വായിക്കാം. South West monsoon wind as a result of the rapid increase in temperature over the North Indian plain, a low pressure area is developed over this region. This low pressure area attracts the southwest monsoon winds to the Indian subcontinent. Southwest monsoon winds enter the Indian subcontinent as 2 branches. Bay of Bengal branch entering the land through the Sundarbans Delta region gets bifurcated into 2 sub branches. One branch moves eastward and enters the Brahmaputra plain.
causing widespread rains. Other branch moving westward along the Ganga plain causes rainfall in the West Bengal, Bihar, Uttar Pradesh, Delhi and proceeds further westward. Over the Punjab plain, this branch joins the Arabian branch which is moving parallel to the Aravalli mountains and then brings rain to the foothills of the western Himalaya. Okay.